തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ കരട് പുറത്തിറക്കിയപ്പോൾ ലഭിച്ചത് പരാതികളുടെ പ്രളയം. 14 ജില്ലകളിൽ നിന്നായി ആകെ 16,896 പരാതികളാണ് രേഖാമൂലം ലഭിച്ചത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതി. സംസ്ഥാനത്താകെ 30 പഞ്ചായത്തുകൾ ഒഴികെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കരടിനെതിരെ പരാതി ഉയർന്നു. മലപ്പുറത്ത് 2834, കോഴിക്കോട് 2647, തിരുവനന്തപുരത്ത് 2009, കണ്ണൂരിൽ 1527 എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചത്, 480 എണ്ണം. 41 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമുള്ള കാസർഗോഡ് നിന്ന് 853 പരാതികൾ ലഭിച്ചു. കോർപ്പറേഷനുകളിൽ ഏറ്റവും കൂടുതൽ പരാതി വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ്, 874 എണ്ണം. പരാതികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനം കൊച്ചി കോർപ്പറേഷനും 3ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷനുമാണ്. പുനർവിഭജനത്തെ CPIM രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചു എന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനം. ചട്ടങ്ങൾ പാലിച്ചല്ല വിഭജനം എന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും നിലപാടെടുത്തിരിക്കുന്നത്. കൃത്യമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പരാതികൾ വലിയ രാഷ്ട്രീയ കലഹങ്ങൾക്ക് കാരണമാകും. ലഭിച്ച ഓരോ പരാതിയിലും പുനർവിഭജന കമ്മീഷൻ അന്വേഷണം നടത്തും. പബ്ലിക് ഹിയറിംഗ് നടത്തി പരാതിക്കാരെ നേരിൽ കാണും. എന്നിട്ടാകും അന്തിമ വിജ്ഞാപനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.